കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ BMS സംസ്ഥാനതല പ്രതിനിധി സമ്മേളനം മാവുങ്കാലിൽ സമാപിച്ചു. 2 ദിനങ്ങളിലായി നടന്ന സമ്മേളനം BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കേരളത്തിലെ കാർഷിക മേഖലയെയും കർഷക തൊഴിലാളികളെയും സംരക്ഷിക്കുവാനും ഒരു തൊഴിലെന്ന നിലയിൽ കൃഷിയിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിനുള്ള നയങ്ങൾ പ്രഖ്യാപിക്കണമെന്നും BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. മുരളീധരൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പരമ്പരാഗത കർഷക തൊഴിലാളി ക്ഷേമ ബോർഡ് അംഗങ്ങളുടെ ആനുകൂല്യങ്ങൾ നൽകാൻ പോലും കഴിയാതെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈയൊരു സാഹചര്യത്തിൽ കർഷക തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ച് സമയബന്ധിതമായി നൽകുവാൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സംസ്ഥാന കർഷക തൊഴിലാളി ഫെഡറേഷൻ BMSന്റെ സംസ്ഥാനതല പ്രതിനിധി സമ്മേളനം മാവുങ്കാലിലെ പവരിക ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു P. മുരളീധരൻ. പണ്ടൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് ചന്ദ്രഗിരി പുഴ കഴിഞ്ഞ് കണ്ണൂർ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 60-75 കിലോമീറ്റർ ദൂരത്തോളം ഈ റെയിൽപാളങ്ങൾക്ക് ഇരുവശവും കർഷകർ ജോലി ചെയ്യുന്നതും പാടങ്ങളും ഒക്കെ തന്നെ കാണാമായിരുന്നു. ഇന്ന് കേരളത്തിൽ എന്താണ് അവസ്ഥ? എല്ലാ ജില്ലയിലും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുക. കാർഷിക മേഖല അല്ലെങ്കിൽ ഒരു കർഷക സംസ്കാരം അത് ഭാരതത്തിന്റെ സംസ്കാരത്തിൽ ഒന്ന് അന്തർലീനമാണ്. അത് ഭാരതത്തിന്റെ സംസ്കാരം എന്നുള്ളത് കർഷക സംസ്കാരം തന്നെയാണ്, പരസ്പര പൂരകങ്ങളാണ്. അത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറയാൻ പറ്റും. ഒരു ധർമ്മത്തിൽ നിലനിൽക്കുന്ന സംസ്കാരമാണ് ഈ കാർഷിക മേഖല വളർത്തിയെടുത്തിട്ടുള്ളത്. ചടങ്ങിൽ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് B. രാജശേഖരൻ അധ്യക്ഷനായി. കർഷക തൊഴിലാളി മഹാസംഘ് ദേശീയ പ്രസിഡന്റ് KN മോഹനൻ, അസംഘടിത മേഖല സംസ്ഥാന പ്രഭാരി MP ചന്ദ്രശേഖരൻ, ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. രാജേന്ദ്രൻ, സംസ്ഥാന സമിതി അംഗം VV ബാലകൃഷ്ണൻ, BMS കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KV ബാബു, ഫെഡറേഷൻ ഭാരവാഹികളായ TM പ്രശാന്ത്, സുനിൽ എന്നിവർ സംസാരിച്ചു. പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും 2 ഔദ്യോഗിക പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. ഫെഡറേഷന്റെ പുതിയ ഭാരവാഹികളായി ആലപ്പുഴയിലെ B. രാജശേഖരനെ പ്രസിഡന്റായും പാലക്കാട്ടെ S. രാജേന്ദ്രനെ ജനറൽ സെക്രട്ടറിയായും ആലപ്പുഴയിലെ മനോജിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.